ഉണ്ടല്ലോ, നമ്മുടെ എഗ്ഗ് ഇവിടെ ബോയിൽ ആയിട്ടുണ്ട്. 10 മിനിറ്റ് ടൈം എടുത്തിട്ടുള്ളൂ. പ്രത്യേകിച്ച് റിസ്ക് ഒന്നുമില്ല. നമുക്ക് ജസ്റ്റ് ഇതിൽ മുട്ട വെച്ചിട്ട് നമുക്ക് നമ്മുടെ പണി നോക്കി പോവാം. കാരണം ഓട്ടോമാറ്റിക് ഓഫ് ആവുമല്ലോ. ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയ ഒരു എഗ് പോച്ചർ അഥവാ എഗ് ബോയിലർ, അതായത് നമ്മുടെ മുട്ട പുഴുങ്ങാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണിത്, ഒരു മെഷീനാണിത്. അപ്പൊ ഇതിന്റെ അൺബോക്സിംഗ് ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നത്. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത്. ഇതിന്റെ പ്രൈസ് 305 രൂപയായിരുന്നു. അതായത് 305 രൂപ മാത്രമുള്ളൂ ഇതിന്റെ പ്രൈസ്. ഇത് കറണ്ടിന് വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസാണ്. അപ്പൊ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ ഡിവൈസ് മെഷീൻ. എഗ് പോച്ചർ എന്നാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. അതിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന ഇതിന്റെ പുറത്ത് എഴുതിയിട്ടുണ്ട്. സ്റ്റീം എഗ്, അതുപോലെ എഗ് കസ്റ്റാർഡ്, പിന്നെ ഫ്രൈഡ് എഗ്. നമുക്കിതിൽ മുട്ട പൊരിക്കാനും പറ്റും, അതായത് ഓംലെറ്റ് ഉണ്ടാക്കാനും പറ്റും, മുട്ട പുഴുങ്ങാനും പറ്റും, പിന്നെ എഗ് കൊണ്ട് പല വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഇത് കറണ്ടിന് വർക്ക് ചെയ്യുന്ന ഡിവൈസാണ്. അപ്പൊ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഒരു യൂസർ മാനുവൽ ഉണ്ട്. നമ്മുടെ ഡിവൈസ് നമുക്ക് കമ്പനി പറയുന്നത് ഇതിൽ നമുക്ക് മുട്ട പൊരിക്കാൻ പറ്റും, അതായത് ഫ്രൈ ചെയ്യാൻ പറ്റും. ഇതിൽ ഓംലെറ്റ് ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കും. നമുക്ക് ഇതൊരു പാത്രമായിട്ട് ഉപയോഗിക്കും. ഇത് എടുക്കാൻ പറ്റില്ല, നോൺ റിമൂവബിൾ ആണ്. അപ്പൊ ഇത് ഹീറ്റ് ആകുമ്പോൾ നമുക്ക് ഇതിൽ മുട്ട പൊരിക്കാൻ പറ്റും. അതുപോലെ മുട്ട പൊഴിഞ്ഞാൽ ഇത് വെച്ചിട്ട് ഇതിന്റെ മുകളിൽ നമുക്ക് മുട്ട വെക്കാൻ ചെയ്യും. 7 എണ്ണം നമുക്ക് ഒരേ ടൈം ചെയ്യാൻ പറ്റും. നമുക്ക് ഒന്ന് വേണമെങ്കിൽ വെക്കാം, 2 എണ്ണം വെക്കാം, നമുക്ക് ഇഷ്ടപ്രകാരം വെക്കാം. നമുക്ക് മാക്സിമം 7 എണ്ണം വരെ ഇത് വെക്കാൻ പറ്റും. എന്നിട്ട് ഈ പാർട്ട് നമ്മൾ പ്ലഗിൽ കണക്ട് ചെയ്യാൻ വേണ്ടി കറണ്ട് വർക്ക് ചെയ്ത് നമുക്ക് ഇവിടെ സ്വിച്ച് ഉണ്ട്. ഈ സ്വിച്ച് ഓൺ ആക്കി കൊടുക്കാം. അതുപോലെ ഇതിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിൽ വെള്ളം ഒഴിക്കാനുള്ള ഇതില് അളവ് ചെയ്തിട്ടുണ്ടോ. 10 ml, 20 ml, 30 ml, അങ്ങനെ 90 ml വരെ നമുക്ക് ഇതിൽ വെള്ളം നിറക്കാൻ പറ്റും. എന്നിട്ട് ആ വെള്ളം ഇവിടെ ഒഴിച്ചു കൊടുക്കുക എന്നുള്ളത്. എന്നിട്ട് ഇത് കവർ ചെയ്തിട്ട് ഇങ്ങനെ അടച്ചു വെക്കുക. കറണ്ടിന് വർക്ക് ചെയ്യിച്ചാൽ നമ്മുടെ മുട്ട ബോയിലായി കിട്ടും. അപ്പോൾ 10 മിനിറ്റാണ് ഇത് കമ്പനി പറയുന്നത്. നമുക്ക് മുട്ട പൊഴിഞ്ഞാണെങ്കിൽ 10 മിനിറ്റാണ് പറയുന്നത്. ബാക്കി പിന്നെ ഓംലെറ്റ് കൊണ്ട് നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവുള്ളൂ. അപ്പൊ അങ്ങനെയാണ് ഡിവൈസ് നമുക്ക് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ മെഷീന്, എഗ് പോച്ചർ. ഇതിൽ പിക്ചറിലൊക്കെ നമുക്ക് കാണാം എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. മെഷറിംഗ് കപ്പ് ഇതിന്റെ കൂടെ കിട്ടുന്നുണ്ട്. പിന്നെതാ സ്റ്റീം എഗ്, അതുപോലെ എഗ് കസ്റ്റാർഡ്, ഫ്രൈഡ് എഗ്, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, വെറും ഇതിന്റെ പ്രൈസ് ഞാൻ പറഞ്ഞു 305 രൂപ. 305 രൂപയായിട്ടുള്ളൂ ഇതിന്റെ പ്രൈസ്. അതുപോലെ തന്നെ പല ടൈപ്പ് വരുന്നുണ്ട്. അതിലൊന്നാണ് നമ്മുടെ ചിക്കന്റെ ഷേപ്പ്. കണ്ടോ, കോഴിയുടെ ഷേപ്പാണ് ഇത് വരുന്നത്, ഈ ബൗള്. ബട്ട് നമ്മുടേത് അതല്ല, നമ്മുടെ നോർമൽ ടൈപ്പാണ്. ഇതാണ് നമ്മുടെ ഷേപ്പ്. ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇതിന്റെ മുകളിൽ നമുക്ക് എഗ്ഗ് വെക്കുകയാണ് ചെയ്യാം, മുട്ട. അതുപോലെ ഇതിൽ നമുക്ക് വെള്ളം മെഷർ ചെയ്യാൻ പറ്റും. കണ്ടോ, 90 ml വരെയുണ്ട്. നമുക്ക് ഇവിടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് മുട്ട വെച്ചാൽ അത് പുഴുങ്ങി കിട്ടും. ഇത് കണക്ട് ചെയ്താൽ മതി. ഒരു സ്വിച്ച് ഉണ്ട്. അപ്പം നമ്മളിതിൽ 70 ml വെള്ളം എടുത്തത്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിൽ കറക്റ്റ് എത്ര ഒഴിക്കുക എനിക്ക് ഒരു ഐഡിയ ഇല്ല.
70 ml ആണ് നമ്മൾ വെള്ളം എടുത്തത്. ഇനി നമുക്ക് ഇത് വെക്കാം. അതിനുശേഷം നമ്മുടെ മുട്ട ഒന്നേ ഉള്ളൂ, ട്രൈ ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഒന്നെടുത്തിട്ട് ഇവിടെ വെച്ചു. ഇനി ഇതിൻ്റെ അടപ്പ് അടച്ചു വെക്കാം. എന്നിട്ട് സ്വിച്ച് ഓൺ ആക്കുക. ഓക്കെ, എന്നിട്ട് സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ഇവിടെ റെഡ് ലൈറ്റ് കത്തുന്നത് കാണാം. അതിനർത്ഥം ഇത് വർക്കിംഗ് ആണ് എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. അപ്പോൾ ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് കമ്പനി പറയുന്നത് ഓട്ടോ കട്ട് ഓഫ് ആണ്. അതായത് ഓട്ടോമാറ്റിക് വേവാനുള്ള ടൈം ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഇത് കട്ട് ഓഫ് ആവും എന്നാണ് പറയുന്നത്. നമ്മൾ ഓഫ് ആക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കെറ്റിലിനെ പോലെ, നമ്മൾ ചായയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കെറ്റിൽ പോലെ തന്നെ ഓട്ടോ കട്ട് ഓഫ് ആണ് കമ്പനി പറയുന്നത്. ഇതിൻ്റെ ഈ അടപ്പ് ഭയങ്കര ചൂടുണ്ട്. അതുകൊണ്ടാവും കമ്പനി ഇതിൻ്റെ മുകളിലൊരു പിടി കൊടുക്കുന്നത്. ഹാൻഡിൽ ഇത് പിടിക്കാനുള്ളതാണ്. ഭയങ്കര ചൂടുണ്ട്. അതുപോലെ തന്നെ കറക്റ്റ് 10 മിനിറ്റ് ആയപ്പോൾ ഇത് കട്ടായി, അതായത് ഓഫായി. കറക്റ്റ് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇത് ഓഫായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കാണ്. വെറും 300 രൂപയുള്ളൂ ഇതിൻ്റെ വില. അപ്പോൾ വെരി യൂസ്ഫുള്ളാണ്, വേണ്ടവർക്കൊക്കെ വാങ്ങാം. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത്. ഇതുള്ള നമ്മുടെ എഗ്ഗ് ഇവിടെ ബോയിലായിട്ടുണ്ട്. 10 മിനിറ്റ് ടൈം എടുത്തിട്ടുള്ളൂ. പ്രത്യേകിച്ച് റിസ്ക് ഒന്നുമില്ല. നമുക്ക് ജസ്റ്റ് ഇതിൽ മുട്ട വെച്ചിട്ട് നമുക്ക് നമ്മുടെ പണി നോക്കി പോവാം. കാരണം ഓട്ടോമാറ്റിക് ഓഫ് ആവുമല്ലോ. ഫ്രണ്ട്സ്, ഈ പ്രൊഡക്റ്റ് വാങ്ങാൻ ആഗ്രഹങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിൽ കയറിയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.